പാകിസ്ഥാനിൽ ട്രെയിൻ തട്ടിക്കൊണ്ടുപോയി യാത്രക്കാരെ ബന്ദിയാക്കി. ജാഫർ എക്സ്പ്രസ് ട്രെയിനാണ് തട്ടിക്കൊണ്ടുപോയത്. ബലൂച്ച് ഭീകരരാണ് ട്രെയിൻ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ. ക്വറ്റയിൽ നിന്ന് പെഷാവറിലേക്ക് പോവുകയായിരുന്ന ട്രെയിനാണ് തട്ടിക്കൊണ്ടുപോയത്. ബി ബാലഗോപാൽ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബാലു, ഇപ്പോൾ ബലൂച്ച് ലിബറേഷൻ ആർമി ഇതിന് ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ എന്താണ്? ആര്യ, ഈ ബലൂച്ച് ലിബറേഷൻ ആർമി എന്ന സംഘടനയാണ് ഈ ട്രെയിൻ തട്ടിക്കൊണ്ടുപോയി എന്ന കാര്യം ഒരു വാർത്താക്കുറിപ്പിലൂടെ പുറം ലോകത്തെ അറിയിച്ചിരിക്കുന്നത്. പാകിസ്ഥാനിലെ യാത്രാ തീവണ്ടിയായ ജാഫർ എക്സ്പ്രസ് ആണ് ഈ സംഘടനയിൽപ്പെട്ടവർ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. ഈ പെഷവാറിൽ നിന്ന് കൊറ്റയിൽ നിന്ന് പെഷവാറിലേക്ക് പോവുകയായിരുന്ന ട്രെയിനാണ് തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. ഈ ട്രെയിനിൽ ആദ്യം ട്രെയിനിലെ ഈ എഞ്ചിൻ ഡ്രൈവർ ഉൾപ്പെടെയുള്ളവർക്ക് നേരെ വെടിയുതിർക്കുകയും തുടർന്ന് ഈ ട്രെയിനിന്റെ നിയന്ത്രണം ഈ സംഘടനയിൽപ്പെട്ടവർ ഏറ്റെടുക്കുകയുമാണ് ചെയ്തിരിക്കുന്നതെന്നാണ് ഇപ്പോൾ വിവിധ വാർത്താ ഏജൻസികളും മറ്റും റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ആദ്യമുണ്ടായ ആക്രമണത്തിൽ, അതായത് ഏറ്റുമുട്ടലിൽ ഏതാണ്ട് 6 സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് ഈ ബലൂച്ച് ലിബറേഷൻ ആർമി പുറത്തുവിട്ടിരിക്കുന്ന ഈ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ പാകിസ്ഥാൻ സൈന്യം ഒരു സൈനിക ഓപ്പറേഷനിലേക്ക് കടക്കുകയാണ്, അതായത് ബന്ദികളെ മോചിപ്പിക്കാനും മറ്റും ഒരു ഓപ്പറേഷനിലേക്ക് കടക്കുകയാണെങ്കിൽ വലിയ തോതിലുള്ള ഒരു നാശനഷ്ടം ഉണ്ടാകുമെന്ന്, അല്ലെങ്കിൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നും ഈ വാർത്താക്കുറിപ്പിൽ ബലൂച്ച് ലിബറേഷൻ ആർമി പറയുകയും ചെയ്യുന്നുണ്ട്. ഈ നിലവിൽ ഈ പുറത്തിറക്കിയിരിക്കുന്ന വാർത്താക്കുറിപ്പിലും അതുപോലെ തന്നെ ബലൂച്ച് ലിബറേഷൻ ആർമിയും വ്യക്തമാക്കുന്നത് ഈ യാത്രക്കാർ ഏതാണ്ട് 100-ലധികം യാത്രക്കാരുണ്ട് ആണ് നിലവിൽ ഈ തീവണ്ടിയിൽ അല്ലെങ്കിൽ ഈ ട്രെയിനിൽ ഉള്ളത് എന്നതാണ്. പക്ഷേ രാജ്യാന്തര വാർത്താ ഏജൻസികളൊക്കെ 400-ലധികം യാത്രക്കാർ ഈ ട്രെയിനിൽ ഉണ്ട് എന്ന കാര്യമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ ചില സൈനിക ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പാകിസ്ഥാൻ സൈന്യത്തിൽ ജോലി ചെയ്യുന്നവരും ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുമൊക്കെ ഉണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. എത്ര പേരാണ്, അതായത് ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ എത്ര പേരാണ് ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്നത് സംബന്ധിച്ച ഒരു കൃത്യമായ വിവരം ഇപ്പോൾ ലഭ്യമായിട്ടില്ല. അതുപോലെ തന്നെ അവരുടെ ആവശ്യം എന്താണ് എന്നതിനെ സംബന്ധിച്ചും ഒരു വ്യക്തത വന്നിട്ടില്ല. കാരണം വർഷങ്ങളായി ഈ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ ശക്തമായ പോരാട്ടം ഈ ബലൂചിസ്ഥാനിൽ ഈ ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ പെട്ടവർ നടത്തുകയും ചെയ്യുന്നുണ്ട്. ദീർഘകാലമായി ഈ സ്വതന്ത്ര ബലൂചിസ്ഥാന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന കൂടിയാണ് ബലൂച്ച് ലിബറേഷൻ ആർമി. അതുകൊണ്ട് തന്നെ അവരുടെ ആവശ്യം എന്താണ് എന്ന കാര്യം വ്യക്തമല്ല. പക്ഷേ സാധാരണഗതിയിലൊക്കെ ഈ ട്രെയിൻ തട്ടിക്കൊണ്ടുപോകൽ എന്നതൊക്കെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യമാണ്. പക്ഷേ പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഒരു യാത്രാ തീവണ്ടി അല്ലെങ്കിൽ യാത്രാ ട്രെയിൻ ഇപ്പോൾ ഈ ഒരു പാസഞ്ചർ ട്രെയിൻ ഇപ്പോൾ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്.